ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. സ്ട്രക്ചറൽ അനാലിസിസിലെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ പാർട്ട് 4 വീഡിയോ ആണിത്. ഇതിന് മുമ്പുള്ള പാർട്ട് 1, 2, 3 നമ്മൾ ബേസിക്സ് നല്ലപോലെ ബിൽഡ് ചെയ്താൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ കൺഫ്യൂഷൻസ് എല്ലാം മാറ്റി നിർത്തി ഒഴിവാക്കിക്കൊണ്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ബേസിക്സ് പറഞ്ഞത്. ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമ്മൾ പഠിക്കുന്നതാണ്, എല്ലാ ക്ലാസ്സസിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. വീണ്ടും ഇവിടെ പറയാൻ കാരണം ഇതിനെക്കുറിച്ച് അവെയർ അല്ലാത്ത അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടൈപ്പ് ഓഫ് സപ്പോർട്ട് ആൻഡ് കറസ്പോണ്ടിങ് റിയാക്ഷൻസ് ആണ്. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ലോഡ് ആൻഡ് കറസ്പോണ്ടിങ് റിയാക്ഷൻസ് പറഞ്ഞു. അവിടെ എടുത്തു പറയേണ്ട പോയിന്റ് എന്താണ്? ജനറൽ ലോഡിംഗ് ആണ് നിങ്ങൾ കേസെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഇൻക്ലൈൻഡ് ലോഡിംഗ് എന്നാണ്. ഇൻക്ലൈൻഡ് ലോഡിംഗ് ആണെങ്കിൽ അതിനെ നമുക്ക് വെർട്ടിക്കൽ കമ്പൗണ്ട് ആയിട്ടും ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ആയിട്ടും ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ സപ്പോർട്ടിൽ എല്ലാ തരത്തിലുള്ള റിയാക്ഷൻസും കാണപ്പെടും. സോ നമ്പർ ഓഫ് റിയാക്ഷൻസ് ആർ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇവയെല്ലാം സോൾവ് ചെയ്യണമെങ്കിൽ, അല്ലെ, ഇതൊക്കെ സപ്പോർട്ട് റിയാക്ഷൻസ് ആണല്ലോ, അൺനോൺ അല്ലേ, ഇവരൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആവശ്യമാണ്. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 2 ഡയമെൻഷണൽ അനാലിസിസ് ആണെങ്കിൽ 3 എണ്ണമാണ്. സമ്മേഷൻ എഫ് എക്സ് ഇസിക്വൽ 0, സമ്മേഷൻ എഫ് ഐ ഇസിക്വൽ 0, സമ്മേഷൻ എം ഇസഡ് ഇസിക്വൽ 0. എന്തുകൊണ്ടാണ് എം എസ് വരുന്നത് നമ്മൾ പറഞ്ഞു. വെർട്ടിക്കൽ റിയാക്ഷൻസ് ആണെങ്കിൽ സമ്മേഷൻ എഫ് ഐ ഇസിക്വൽ 0യും അതിന്റെ ഒപ്പം തന്നെ സമ്മേഷൻ എം ഇസഡ് വരും എന്ന് പറഞ്ഞു. ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് മാത്രമാണുള്ളതെങ്കിൽ സമ്മേഷൻ എഫ് എക്സ് ഇസിക്വൽ 0 മാത്രം യൂസ് ചെയ്താൽ മതി. അവിടെ സമ്മേഷൻ ഓഫ് മൊമെന്റ് വരില്ല. Because there is no moment is developing in a beam because the horizontal reaction is acting along the longitudinal axis എന്ന പോയിന്റ് ആണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അല്ലേ? യെസ്, വെയിറ്റ് എന്ന പോയിന്റ് ആണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു നിർത്തിയത്. വെയിറ്റ് എ സെക്കൻഡ്, വെയിറ്റ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. യെസ്, നമുക്ക് ഈ സെഷനിൽ പറയാനുള്ളത് എന്താണ്? ഈ സെഷനിൽ നമുക്ക് ഇനി അങ്ങോട്ട് പറയാനുള്ളത് അതിന്റെ ബാക്കിയാണ്. ദാറ്റ് ഈസ് നൗ വി ആർ ഗെറ്റിംഗ് ഇൻടു വാട്ട് ഈസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി നോക്കി. ഇത്രയൊക്കെ പോർഷൻസ് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇത് നമുക്ക് ആധികാരികമായി പറയാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ബേസ് എന്തായി സ്ട്രോങ് ആയി. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് വെച്ചാൽ വി ആർ ഫൈൻഡിങ് ഔട്ട് നമ്പർ ഓഫ് അൺനോൺ ഓർ റിഡൻഡന്റ് ഫോഴ്സസ് ആണ്. നമ്പർ ഓഫ് അൺനോൺ ഓർ എന്താണ്? റിഡൻഡന്റ് ഫോഴ്സസ് ആണ്. നമ്മുടെ ഒരു മെമ്പറിലെ ഒരു സ്ട്രക്ചറിലെ നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് ആണ്. ഈ അൺനോൺ ഫോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെ അറിയോ? ഈ അൺനോൺ ഫോഴ്സസ് എന്ന് പറയുന്നത് ദിസ് ക്യാൻ ബി ഐദർ ദ സപ്പോർട്ട് റിയാക്ഷൻസ് ആവാം. ദിസ് ക്യാൻ ബി ഐദർ അൺനോൺ സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണല്ലോ. വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ എന്നൊക്കെ പറയുന്ന ഫോഴ്സ് ആണല്ലോ. യെസ്. രണ്ടാമത്തെ സാധനം എന്താ അറിയോ? രണ്ടാമത്തെ അൺനോൺ ഫോഴ്സസ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സസ് ആണ്. എന്താണ് ഈ സാധനങ്ങൾ? അതാദ്യം പറയണ്ടേ. നിങ്ങളുടെ അൺനോൺ ഫോഴ്സസ് അല്ലെങ്കിൽ റിഡൻഡന്റ് ഫോഴ്സസ്. എന്താണ് റിഡൻഡന്റ് എന്ന് വെച്ചാൽ? അധികപ്പറ്റ്. നമ്മൾ വീട്ടുകാർ ചിലപ്പോൾ നമ്മളെ കുറിച്ച് പറയുന്നുണ്ടാവും, നീ ഈ വീടിന് ഒരു അധികപ്പറ്റാണ് അല്ലെ എന്ന് പറയാറുണ്ടാവും. ആ അധികപ്പറ്റ് അല്ലെങ്കിൽ റിഡൻഡന്റ് ആയിട്ടുള്ള, ആവശ്യത്തിൽ അധികം ഉള്ള ആ സാധനത്തിന്റെ ഇംഗ്ലീഷ് ആണ് റിഡൻഡന്റ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത്. ഇവിടെ കുറെ റിഡൻഡന്റ് ഫോഴ്സസ് ഉണ്ട്, ആവശ്യമില്ലാത്ത കുറെ റിഡൻഡന്റ് ഫോഴ്സസ്. ആവശ്യമില്ലാത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ബീമിന്റെ അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ മെമ്പറിന്റെ അനാലിസിസ് നടത്താൻ ചിലപ്പോൾ ആ ഫോഴ്സിന്റെ ആവശ്യം ഉണ്ടാവില്ല, വെറുതെ അവിടെ നിൽക്കുകയാണ് അവര്. അൺനോൺ ആയിട്ടുള്ള റിഡൻഡന്റ് ആയിട്ടുള്ള ഫോഴ്സസ് ആണ്. 2 ഫോഴ്സസ് ആണ് ഉണ്ടാവുന്നത്, സപ്പോർട്ട് റിയാക്ഷൻസ് ആൻഡ് ഇന്റേണൽ ഫോഴ്സസ്. ആദ്യം നമുക്ക് എന്ത് പറയാം? എന്താണ് ഈ സപ്പോർട്ട് റിയാക്ഷൻസ്? വാട്ട് യു മീൻ ബൈ സപ്പോർട്ട് റിയാക്ഷൻസ്? വാട്ട് യു മീൻ ബൈ ഇന്റേണൽ ഫോഴ്സസ്? ഒന്ന് പറഞ്ഞേ, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഇന്റേണൽ ഫോഴ്സസ്. പിന്നെ ഇതിന്റെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് ഓർ ഫോഴ്സസ്. ക്ലിയർ ആണോ? നിങ്ങൾ നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ മുഖത്ത് ഒരാൾ കൈ വീശി അടിക്കുകയാണ്. നമ്മുടെ മുഖത്ത് കരണക്കുറ്റിക്ക് ഒരു അടി കിട്ടുകയാണ്. അതാണ് എക്സ്റ്റേണൽ ലോഡ്. അങ്ങനെ കരണക്കുറ്റിക്ക് നമുക്കൊരു അടി കിട്ടിയാൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങൾ അയാൾ തിരിച്ചടിക്കും, ഉറപ്പല്ലേ? നിങ്ങൾ ഒരാൾ ഇടിച്ചു, മോത്താണ് ഇടിച്ചു, ഓക്കെ, വെറുതെ മോകും, എവിടെ വേണേ ഇടിക്കാം, എങ്ങനെ ഇടിച്ചാലും വേണ്ടില്ല, നമുക്ക് പറ്റുന്ന രീതിയിലാണ് നമ്മൾ അയാൾ തിരിച്ചടിക്കും. സോ നമുക്ക് കിട്ടിയ ഇടിയാണ് എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ പുറത്തുനിന്ന് നമുക്ക് മുഖത്ത് കിട്ടിയ ഇടിയാണ് എക്സ്റ്റേണൽ ലോഡ്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ റിയാക്ഷൻ കൊടുക്കും. നിങ്ങളെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? നിങ്ങൾ അയാളെ തിരിച്ചടിക്കും. ഗാന്ധിജി ആണെങ്കിൽ ഗാന്ധിജിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഗാന്ധിജി മറു കാരണം കാണിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. അത് ഗാന്ധിജിയുടെ റിയാക്ഷൻ. ഇനി അതല്ല,
എന്നെ തല്ലിയ ആള് എന്നെക്കാളും ശക്തനാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾ എനിക്ക് തന്ന അടി വളരെ സന്തോഷപൂർവ്വം വാങ്ങി ഞാൻ എന്റെ പാട്ടിന് പോകും. കാരണം എനിക്കറിയാം എനിക്ക് അയാളെ തിരിച്ചടിക്കാൻ പറ്റില്ല. അതും ഒരു റിയാക്ഷൻ അല്ലേ? സോ ഒരു അടി കിട്ടിയപ്പോ, അതായത് എക്സ്റ്റേണൽ ലോഡ് വന്നപ്പോ ഒരു അടി കിട്ടി, നിങ്ങൾ ചിലപ്പോൾ തിരിച്ചടിച്ചേക്കാം. ഗാന്ധിജി മറു കാരണം കാണിച്ചേക്കാം, അതും റിയാക്ഷൻ ആണ് അല്ലെ? നിങ്ങൾ തിരിച്ചടിച്ചേക്കാം, അത് റിയാക്ഷൻ ആണ്. ഗാന്ധിജി മറു കാരണം കാണിച്ചു കൊടുത്തു, അത് റിയാക്ഷൻ ആണ്. എന്നെ തല്ലിപ്പോ എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുകയും ഞാൻ അയാളോട് താങ്ക് യു പറഞ്ഞ് ആ തല്ലും മേടിച്ച് പോവാണ്, അതും ഒരു റിയാക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? അതാണ് എക്സ്റ്റേണൽ ലോഡ്. ആൻഡ് ഓരോ ആളിനെയും ഡിപ്പെൻഡ് ചെയ്യും അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത്. അതായത് നിങ്ങൾ ബീമിൽ അല്ലെങ്കിൽ മെമ്പറിൽ കൊടുത്ത എക്സ്റ്റേണൽ ലോഡ് ആ ബീമിലെ അല്ലെങ്കിൽ മെമ്പറിന്റെ സപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും എത്തരത്തിലുള്ള റിയാക്ഷൻ വരും എന്നുള്ളത്. നിങ്ങൾ കൊടുത്ത എക്സ്റ്റേണൽ ലോഡിന് എങ്ങനെയുള്ള റിയാക്ഷൻ വരും എന്നുള്ളത് നിങ്ങളുടെ സപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ അടി കിട്ടിയാൽ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് പല പല ആളുകളെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറയും പോലെ. ഇനി ഇതിന്റെയൊക്കെ ഇടയിൽ വേറെ ഒരു സാധനം ഉണ്ടാകുന്നുണ്ട്. അതെന്താണ്? ദാറ്റ് ഈസ് നോൺഡ് ആസ് ഇന്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ ഇന്റേണൽ റിയാക്ഷൻസ് ആണ്. നിങ്ങൾക്ക് അടി കിട്ടിയല്ലോ മുഖത്ത്, നിങ്ങൾക്ക് ദേഷ്യം വന്നതുകൊണ്ടാണ് നിങ്ങൾ അയാളെ തിരിച്ചടിച്ചത്. ഗാന്ധിജിക്ക് അഹിംസയാണ്, നോൺ വയലൻസ് ആണ്, പീസ്ഫുൾ എന്ന് പറയുന്ന ഇമോഷൻ ആണ് അയാൾക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ഗാന്ധിജി എന്ത് ചെയ്തു? മറുകരണം കാണിച്ചു കൊടുത്തു. എനിക്ക് അമർഷവും ദേഷ്യവും സങ്കടവും എന്റെ നിസ്സഹായാവസ്ഥ കാരണമാണ് ഞാൻ അവിടെ നിന്ന് നടന്നു പോയത്. സോ ഇവിടെയൊക്കെ ഇന്റേണൽ ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങളുടെ മെമ്പറിൽ എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുമ്പോൾ ആ മെമ്പർ അതിന് റിയാക്ട് ചെയ്യും. അതിന്റെ കൂടെ തന്നെ അവിടെ കുറെ ഇന്റേണൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഇന്റേണൽ ഫോഴ്സസ് ഉണ്ടാകുന്നുണ്ട്. സംഭവം ഏകദേശം ക്ലിയർ ആയോ? സോ there is an external load. അത് എങ്ങനെ വേണമെങ്കിലും ആവാലോ. എക്സ്റ്റേണൽ ലോഡ് എങ്ങനെ വേണമെങ്കിലും ആവാലോ. എങ്ങനെയാവാം? അത് വെർട്ടിക്കൽ ലോഡ് ആവാം, അത് ഹൊറിസോണ്ടൽ ലോഡ് ആവാം, അത് ഇൻക്ലൈൻഡ് ലോഡ് ആവാം. ഈ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന ആദ്യത്തേത് രണ്ടാമതൊന്നും പറയാൻ പറ്റില്ല, ഉണ്ടാകാൻ പോകുന്ന ഒരു സാധനം എന്താണ്? സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. കുഴപ്പമില്ലല്ലോ. ഈ സപ്പോർട്ട് റിയാക്ഷൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഹലോ, അതിനു വേണ്ടിയാണ് പാർട്ട് 1 ബേസിക് പറഞ്ഞത്. നിങ്ങളുടെ ടൈപ്പ് ഓഫ് സപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും എങ്ങനെയുള്ള സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളത്. ഇവിടെയാണ് അതെല്ലാം കണക്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഇതേ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകാൻ പോകുന്ന വേറെ ഒരു സാധനമാണ് ഇന്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഇന്റേണൽ ഫോഴ്സസ്? നിങ്ങളുടെ ഷിയർ ഫോഴ്സ് SF, നിങ്ങളുടെ ബെൻഡിങ് മൊമെന്റ് BM, നിങ്ങളുടെ ആക്സിയൽ ഫോഴ്സസ്, അത് വേണമെങ്കിൽ നീട്ടിയതാണ് കാരണം ആർക്കും പരിചയം ഉണ്ടാവില്ല. നിങ്ങളുടെ ആക്സിയൽ ഫോഴ്സസ് ഇതൊക്കെ എന്താണ്? ഇന്റേണൽ ഫോഴ്സസ് ആണ്. എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മെമ്പേഴ്സിൽ ഉണ്ടാവുന്ന സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന ഇന്റേണൽ ഫോഴ്സസ് ആണ് ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ്, ആക്സിയൽ ഫോഴ്സസ്. ഇതിനെല്ലാം റെസിസ്റ്റ് ചെയ്യാനും ഒന്ന് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിൽക്കാനും സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി സപ്പോർട്ട്സ് ഒക്കെ എന്ത് കൊടുക്കും? റിയാക്ഷൻസ് കൊടുക്കും. സോ പറഞ്ഞു വന്നത് ഇതാണ്. എക്സ്റ്റേണൽ ലോഡ് കൊടുത്താൽ രണ്ട് സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് സപ്പോർട്ട് റിയാക്ഷനും ഇന്റേണൽ ഫോഴ്സസും. നമ്മൾ ആദ്യം എഴുതിയ ഡെഫിനേഷനിലേക്ക് വരികയാണ്. സ്റ്റാറ്റിക് ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺനോൺ ഓർ റിഡണ്ടന്റ് ഫോഴ്സസ് കണ്ടുപിടിക്കുകയാണ്. ഏതൊക്കെ? ഒന്നെങ്കിൽ അൺനോൺ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുന്ന പരിപാടി, അല്ലെങ്കിൽ അൺനോൺ ഇന്റേണൽ ഫോഴ്സസ് കണ്ടുപിടിക്കുന്ന പരിപാടി. ഈ രണ്ട് പരിപാടിനെയും നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയിൽ ഉൾപ്പെടുത്തും. എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത്? ശ്രദ്ധിച്ചേ, നമ്മളെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിനെ SI എന്ന് എഴുതും അല്ലെ? സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി SI നൊട്ടേഷൻ എന്താണ്? DS എന്നാണ്. നോക്കിയേ, ഈ DS രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? DSE, ഇതിനെ നിങ്ങൾ എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നാണ് പറയാ. ദിസ് ഈസ് ടേംഡ് ആസ്, ഹലോ എഴുതണേ, നോട്ട് എഴുതണേ, എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. എനിക്ക് എഴുതാനുള്ള മടി കാരണം ഞാൻ SI എന്ന് എഴുതുകയാണ്. നിങ്ങൾ അങ്ങനെ എഴുതി വെക്കരുത്. എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നും വേറെ ഒരു സാധനമുണ്ട്. എന്താണ്? DSI. ഈ സാധനത്തിന്റെ പേരെന്താണ്? ഹലോ, ഇന്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നും ആവുന്നു. നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റും എന്താണ് ഈ രണ്ട് ടീമുകൾ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. മൊത്തം സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ വെറും DS ആണ്. അതെന്തിനാ ഡീൽ ചെയ്യുന്നത്? It deals with the number of unknown or redundant forces ആണ്. Forces means support reaction ആവാം, അല്ലെങ്കിൽ internal stresses ആവാം. ഈ DS-നെ നമുക്ക് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. ഇന്റേണൽ സ്റ്റാറ്റിക് ഇൻഡിപെൻഡൻസി, എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിപെൻഡൻസി. ആദ്യം പറയപ്പെടുന്നത് ഏതാണ്? എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിപെൻഡൻസി ആയിരിക്കും. നിങ്ങൾ പറഞ്ഞേ, എന്ത് ആയിരിക്കും DSE എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴേക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും. യെസ്, ഇറ്റ് ഡീൽസ് വിത്ത് അൺനോൺ. എഴുതണം ഡീൽസ് വിത്ത് അൺനോൺ ഓർ റിഡണ്ടന്റ്. യെസ്, സപ്പോർട്ട് റിയാക്ഷൻസ് ആണ്. സപ്പോർട്ട് അങ്ങനെ എഴുതാം, നീട്ടി വലിച്ചെഴുതാം. ഓക്കെ അല്ലേ? എന്നെ പോലെ മടി കാണിക്കരുത്, നിങ്ങളും നീട്ടി വലിച്ചെഴുതാം. ഇറ്റ് ഡീൽസ് വിത്ത് അൺനോൺ ഓർ റിഡണ്ടന്റ് സപ്പോർട്ട് റിയാക്ഷൻസ് ഇൻ എ മെമ്പർ. അതാണ് എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി. അപ്പോ നിങ്ങൾ പറയൂ DSI ഡീൽ ചെയ്യുന്നത് എന്തായിരിക്കും? യെസ്, ഇറ്റ് ഡീൽസ് വിത്ത് അൺനോൺ. ഇറ്റ് ഡീൽസ് വിത്ത് ഏതാണല്ലോ, ഇറ്റ് ഡീൽസ് വിത്ത് അൺനോൺ. ഏതൊക്കെയാണ്? അൺനോൺ ഓർ റിഡണ്ടന്റ്. യെസ്, ഹലോ, യെസ്, ഇന്റേണൽ ഫോഴ്സസ്. നമുക്കറിയാത്ത ഇന്റേണൽ ഫോഴ്സസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇന്റേണൽ സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി. സപ്പോർട്ട് റിയാക്ഷൻസിന്റെ റിഡണ്ടൻസി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതാണ് എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി. ഇത്രയും കാലം ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സപ്പോർട്ട് റിയാക്ഷനും ഇന്റേണൽ ഫോഴ്സും ഒക്കെ വേറെ ആണോ? എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന രണ്ട് എഫക്റ്റുകൾ, ഒന്ന് സപ്പോർട്ട് റിയാക്ഷൻ ജനറേറ്റ് ചെയ്യപ്പെടുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റേണൽ സ്ട്രെസ്സസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചിലരെങ്കിലും അൺഅവെയർ ആയിരിക്കാം. ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു അവസരത്തിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അവെയർ ആവുകയാണ്. ക്ലിയർ അല്ലേ? നോക്കിയാൽ ഇതിന്റെ കൂടെ തന്നെ ഞാൻ വേറൊരു പേര് എഴുതുകയാണ്. നിങ്ങൾ ഇന്റേണൽ സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി എന്ന് എന്താണ് ഇങ്ങനെ നീട്ടിയെന്ന ആവശ്യമില്ല. ഓർ ഇതിനെ എന്തും കൂടി പറയും, ഇതിനെ നമ്മൾ ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി എന്നും പറയും. ഓക്കെ, ഇന്റേണൽ ഇൻഡിറ്റർമിനൻസി എന്നും പറയും. പേടിക്കരുത്, ഐ എന്ന് ചുരുക്കി എഴുതാം. എന്റെ തല മറയുന്നില്ല, നിങ്ങൾക്ക് കറക്റ്റ് കാണാം. എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി നമ്മൾ വേറൊരു പേര് പറയും. എന്താണ്? സ്റ്റാറ്റിക് എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് വേർഡ് അങ്ങ് ഒഴിവാക്കുക, എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി എന്നും പറയും. എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി നമ്മൾ എല്ലാത്തിന്റെ ഡെഫിനേഷൻ എഴുതിയാണ് മുന്നോട്ട് പോകുന്നത്. So let's write down the first definition which we have written already. Yes, ഏതാണ് മനസ്സിലായല്ലോ? നോക്കിയേ, വീണ്ടും നിങ്ങളെ ഒരാൾ കരണത്തടിക്കുമ്പോൾ നിങ്ങൾ അയാളെ തിരിച്ചടിക്കുന്നു. കരണത്ത് കിട്ടിയ അടി എക്സ്റ്റേണൽ ലോഡാണ്, തിരിച്ചടിച്ച അടി റിയാക്ഷൻ ആണ്. എന്താണ് തിരിച്ചടിക്കാനുള്ള കാരണം? നമുക്കുള്ളിൽ ഇന്റേണലി നമുക്ക് ദേഷ്യം വന്നു, നമ്മൾ തിരിച്ചടിച്ചു, ഇന്റേണൽ സ്ട്രെസ്സസ് ഉണ്ടായി. എക്സ്റ്റേണൽ ലോഡ് കാരണം റിയാക്ഷൻ ഉണ്ടാവും, ഉറപ്പാണ്. ഇന്റേണലി സ്ട്രെസ് ഉണ്ടാവും, അതാണ് ഇന്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കാം, 4ാം ക്ലാസ്സും ഗുസ്തിയാണ്. ഫസ്റ്റ് ഡെഫിനിഷൻ, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. യെസ്, എന്താണ് നൊട്ടേഷൻ പറയൂ? സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി SI എന്നാണ് നമ്മൾ ഇനി നാട്ടിൽ മൊത്തം ചുരുക്കി എഴുതുക. നമ്മൾ അതിന്റെ നൊട്ടേഷൻ DS എന്നാണ് പറയുന്നത്. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ ആള്. It deals with number of, എന്തായിരുന്നു? It deals with എഴുതിയിട്ടുണ്ട്, വീണ്ടും എഴുതുക, ഒരു രസമല്ലേ? It deals with number of unknown or redundant forces. Sorry, എന്താണ്? redundant forces ആണ്. And redundant force എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആവാം? It can be either support reactions ആവാം, or it can be either internal forces ആവാം. അങ്ങനെ എഴുതാണ്. ഇന്റേണൽ ഫോഴ്സസ് ആകാം. ക്ലിയർ അല്ലേ പോയിന്റ്? ഈസ് ദാറ്റ് ഓക്കെ? യെസ്. ഇനി നമുക്ക് കടക്കുകയാണ് നമ്മുടെ മെയിൻ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. നമ്മൾ DS-ന്റെ ആദ്യത്തെ സാധനമാകുന്നു എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. എല്ലാവരും എഴുതുക, കൂടെ തന്നെ എഴുതുക, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഓർ നിങ്ങൾ ഇതിനെ എന്തും പറയും? വെറും എക്സ്റ്റേണൽ എന്ന് പറയും. വെറുതെ സ്റ്റാറ്റിക് എന്ന് വെറുതെ നീട്ടി വലിച്ചെഴുതേണ്ട ആവശ്യമില്ല. ഇങ്ങനെയും നിങ്ങൾക്ക് ടെക്സ്റ്റുകളിൽ കാണാം, എക്സാമിന്റെ ക്വസ്റ്റനിൽ ഒക്കെ കാണാം. വെറുതെ ഞെട്ടി നിൽക്കരുത്. ഓക്കെ, സെയിം സാധനമാണ്. നൊട്ടേഷൻ എന്താണ്? ഹലോ DSE ആണ്. എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓർ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി എന്ത് വേണേ പറയാം, നിങ്ങളുടെ സൗകര്യം പോലെ. എന്താണ് ഡീൽ ചെയ്യുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് നമ്പർ ഓഫ് unknown or redundant. It deals with unknown or redundant. എന്താവുന്നു? സപ്പോർട്ട് റിയാക്ഷൻസ്. ഹലോ, സപ്പോർട്ട് റിയാക്ഷൻസിനെ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കുന്ന ടീമാണ് ഏത്? സപ്പോർട്ട് റിയാക്ഷൻ തലന്റെ മുകളിലായി പോയി, അതൊന്ന് മാറ്റി എഴുതാം. സപ്പോർട്ട് റിയാക്ഷൻ തലന്റെ മുകളിലായി പോയി. വെയിറ്റ്, സപ്പോർട്ട് റിയാക്ഷൻസ്. ക്ലിയർ ആണോ? യെസ്, തലന്റെ മുകളിൽ നിന്ന് ഇറക്കി എഴുതി. പിന്നെ ഏതാണുള്ളത്? ഇന്റേണൽ ഫോഴ്സസ്. ആദ്യം DSE കണ്ടുപിടിക്കാം, അതിനുശേഷം DSIയിലേക്ക് കടക്കാം. ആദ്യം DSE കണ്ടുപിടിക്കാം, അതിനുശേഷം നമുക്ക് DSIയിലേക്ക് കടക്കാം. നമ്മൾ
സ്ട്രക്ചറൽ അനാലിസിസിൽ പഠിക്കുന്ന 3 മെയിൻ മെമ്പേഴ്സ് ആണ്. നോക്കിയേ, പല കാര്യങ്ങളും പഠിക്കേ. ആദ്യം നമ്മൾ ബീം പഠിക്കും, പിന്നെ നമ്മൾ ട്രസ് പഠിക്കും. ഇതാണ് കളറാണ്, ട്രസ് കളറാണ്. പിന്നെയാണ് ഏറ്റവും സെറ്റപ്പ് സാധനം, ദാറ്റ് ഈസ് കോൾഡ് ഫ്രെയിംസ് ആണ്. ഈ 3 സാധനങ്ങളാണ് നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസിൽ നമ്മൾ എടുത്ത് മറച്ച് തിരിച്ചു കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ബീമിലേക്ക് കടക്കാം, അതിനുശേഷം ട്രസ്സിലേക്കും ഫ്രെയിമിലേക്കും നമ്മൾ കടക്കുന്നതാണ്. സോ നമുക്ക് വേണ്ട എന്താണ്, ബീമിലാണ് വേണ്ടത്. ഓക്കെ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് ബീം ആണ് ഫസ്റ്റ്. വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈസ് ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് DSE. ഇനി പറയണ്ടല്ലോ, DSE എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് ബീം ആണ്, ഓഫ് ബീം ആകുന്നു. എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് ബീം ആണ്. നിങ്ങൾ പറഞ്ഞേ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് DSE ഓഫ് ബീം? ബീമിന്റെ DSE യുടെ ഇക്വേഷൻ പറയൂ. ഇക്വേഷൻ പറയൂ. ഇറ്റ് ഈസ് R - S ആണ്. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. എന്താണ് R, എന്താണ് S എന്നൊക്കെ ബേസിക്സിൽ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. വെറുതെയാണോ പറഞ്ഞത്? ഈ ആറിലും എസിലും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതിന് വേണ്ടിയായിരുന്നു പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറയുന്ന മഹാപ്രഹസനം നമ്മൾ നടത്തിയത്. എല്ലാം ഇവിടേക്ക് കണക്ട് ചെയ്യപ്പെടുകയാണ്. സോ ദയവായിട്ട് ആരെങ്കിലും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കടന്നു പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കടന്നു പോവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ടുകൾ എഴുതുക, അതിനുശേഷം ഇവിടെ വരിക, കൺഫ്യൂഷൻ ഒഴിവാകും. ഇല്ലെങ്കിൽ ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ആ ബേസിക്സ് ക്ലിയർ ആക്കാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. വേറെ സംഭവമൊന്നുമില്ല. 4ാം ക്ലാസ്സും ഗുസ്തിയാണ്. ശ്രദ്ധിക്കുക, DSE എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഏതിനു വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്? പലർക്കും എന്തിന്റെ സാധനമാണെന്ന് പലരും അറിയാത്ത അവസ്ഥ ഉണ്ട്. നോക്കിയേ, പല രീതിയിലുള്ള ഡൗട്ടുകളും നമുക്ക് പ്രീവിയസ്ലി വന്നിട്ടുണ്ട് സ്റ്റുഡൻസിന്. സോ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാത്തതിന്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. സ്ട്രക്ചറൽ അനാലിസിസ് സിമ്പിൾ ആണ്. അത് പറഞ്ഞ് ഫലിപ്പിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. സ്ട്രക്ചറൽ അനാലിസിസിന്റെയും സ്റ്റീലിന്റെ ഒക്കെ പ്രത്യേകം എന്താ അറിയോ? നമ്മളൊരു 4-5 കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ മെയിൻ കൺസെപ്റ്റ്, ക്വസ്റ്റ്യൻ വരുന്ന കൺസെപ്റ്റ് നമുക്ക് അത് ക്ലിയർ ആവുള്ളൂ. ഒരു 4-5 കൺസെപ്റ്റുകൾ മാറി മാറി പറഞ്ഞ് കഴിയുമ്പോഴേ ഇവരെല്ലാം കണക്ട് ചെയ്യാനും അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഔട്ട്പുട്ട് കൺസെപ്റ്റ് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ആ ഔട്ട്പുട്ട് കൺസെപ്റ്റിനാണ് ക്വസ്റ്റ്യൻ വരിക. സോ 4-5 കൺസെപ്റ്റ് പറഞ്ഞ് തീരുന്നവരെ വെയിറ്റ് ചെയ്യണം, ഇവരെല്ലാം കൂടി കണക്ട് ചെയ്യണം, എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് 1-2 കൺസെപ്റ്റ്, 3ാമത്തെ കൺസെപ്റ്റ് ഒക്കെ എത്തുമ്പോഴേക്കും ആൾക്കാർ ഉറങ്ങിപ്പോകും. അതാണ് പ്രശ്നം. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ചെറിയ സെഷനിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ബീമാണ് പറയുന്നതെങ്കിൽ DSE is equal to R - S. അത്രേ ഉള്ളൂ. വേർ R എന്താണ് ഞാൻ എഴുതുകയാണ്, നേരത്തെ ഒക്കെ എഴുതിയിട്ടുണ്ട്, വീണ്ടും എഴുതാണ്. വേർ R is the number of, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, ഈ സെഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്പർ ഓഫ് റിയാക്ഷൻസ് പ്രസന്റ് ആണ്. അതാണ് അങ്ങനെ എഴുതിയത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉള്ള ടീമിനെ എഴുതിയാൽ മതി, ഇല്ലാത്ത ടീമിനെ എഴുതേണ്ട ആവശ്യമില്ല. ഏതൊക്കെ റിയാക്ഷൻസ് ആണോ ഉള്ളത്, ഏതൊക്കെ റിയാക്ഷൻസ് ആണോ വരാൻ ചാൻസ് ഉള്ളത്, അവരെ മാത്രമേ എഴുതാവുള്ളൂ. ഇല്ലാത്ത ടീമിനെ എഴുതരുത്, പ്ലീസ്, ദയവായിട്ട് എഴുതരുത്. അങ്ങനെയാണെങ്കിൽ S എന്ന് പറയുന്നത് എന്താണ് അറിയാലോ? നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷനെ EE എന്ന് എഴുതാണ്. റിക്വയർഡ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ റിക്വയർഡ് ഫോർ സോൾവിങ് these reactions. These reactions എന്താണ്? ദിസും ദീസും തമ്മിലുള്ള വ്യത്യാസം. ദിസും ദീസും തമ്മിലുള്ള ഇംഗ്ലീഷ് ഒന്നും പഠിപ്പിക്കാൻ നമ്മ കൊണ്ട് വയ്യ, സീനാണ്. ദിസ് എന്ന് വെച്ചാൽ ഇത്, ദീസ് എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഉള്ള. ഓക്കെ, അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ അതിന്റെ അർത്ഥം. സംഭവം കവി ഉദ്ദേശം അങ്ങനെയാണ്. ഏതൊക്കെയാണോ റിയാക്ഷൻസ് പ്രസന്റ് അവരെ സോൾവ് ചെയ്യാൻ വേണ്ട ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. അതൊക്കെ ബേസിക്സിൽ നമ്മൾ റിയാക്ഷൻ തലേന്റെ മുകളിലായി പോയി താഴോട്ട് ഇറക്കി എഴുതുകയാണ്. ദീസ് റിയാക്ഷൻസ് ക്ലിയർ അല്ലേ? താഴോട്ട് ഇറക്കി എഴുതാൻ ശ്രദ്ധിച്ചില്ല, കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് എക്സാമ്പിളുകളിലേക്ക് കിടക്കുകയാണ്. ശരിയല്ലേ? ഇനി അങ്ങോട്ട് നമ്മൾ ന്യൂമറിക്കൽ വെച്ച് തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം DSE കണ്ടുപിടിക്കും, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യും, എന്നിട്ട് DSI കണ്ടുപിടിക്കും, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യും, എന്നിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്യും, അപ്പം ബീം അവസാനിക്കും. ഇതേ പ്രഹസനം നമ്മൾ ട്രസ്സിലെ DSE കണ്ടുപിടിക്കും, ട്രസ്സിലെ DSI കണ്ടുപിടിക്കും, അതിനെ കമ്പൈൻ ചെയ്യും, അപ്പോൾ നമുക്ക് ട്രസ്സിന്റെ DSE കിട്ടി. പിന്നെ ഫ്രെയിമിലെ DSE കണ്ടുപിടിക്കും, ഫ്രെയിമിലെ DSI കണ്ടുപിടിക്കും, കമ്പൈൻ ചെയ്യും, അതോടെ ഫ്രെയിം തീരും. സ്ട്രക്ചറൽ അനാലിസിസ് കഴിഞ്ഞു. ഏത് ടോപ്പിക്? സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി ആൻഡ് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്ന പോർഷൻ. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ക്വസ്റ്റ്യൻ നമ്പർ 1. ഫൈൻഡ് DSE. ഒരു തവണ ക്വസ്റ്റ്യൻ ചെയ്തുള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചെയ്തില്ല. ഫോർ ദ ഫോളോയിങ് ബീം ആണ്. ആദ്യം നമുക്ക് ചെറിയ എക്സാമ്പിൾ എന്ന് തുടങ്ങാം. ഇതാണ് തന്നിരിക്കുന്ന ബീം എവിടെ? സിംപിളി സപ്പോർട്ടഡ് ബീം വിത്ത് ജനറൽ ലോഡിംഗ് തന്നെ തുടങ്ങാം. സിംപിളി സപ്പോർട്ടഡ് ബീമാണ്. യെസ്,
ഇതെന്താണ്? ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്. ഇതെന്താകുന്നു? റോളർ സപ്പോർട്ട് ആകുന്നു. ദിസ് ഈസ് ദ എൻഡ് എ ആണ്, ദിസ് ഈസ് ദ എൻഡ് ബി ആണ്. ആൻഡ് ഇതിന്റെ മുകളിൽ വെർട്ടിക്കൽ ലോഡാണ്. എന്തോ ലോഡിന്റെ വാല്യൂ ഇപ്പൊ തൽക്കാലം വേണ്ട. ഓക്കെ, ലോഡിന്റെ വാല്യൂ ഒരു കാര്യമില്ല ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാൻ. വാല്യൂ വേണ്ടല്ലോ. സോ ദർ ഇസ് നോ നീഡ് ഓഫ് വാല്യൂ. സോറി, ഇതെന്താണ്? ജനറൽ ലോഡിംഗ് ആണ്. ഇങ്ങനെയാണ് ഫിഗർ. വാട്ട് ഈസ് ദിസ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദർ ഇസ് നോ ലോഡിംഗ് ഷോൺ. നോ ലോഡിംഗ് ഈസ് ഷോൺ. ഞാൻ എഴുതാം, നോ ലോഡ് ഈസ് ഷോൺ. നോ ലോഡ് ഈസ് ഷോൺ. ഒരു ലോഡും കാണിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലോഡ് കാണിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഇറ്റ് ഈസ് എ കേസ് ഓഫ് ജനറൽ ലോഡിംഗ്. ജനറൽ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താകുന്നു? മീൻസ് അവിടെ എന്ത് സാധനമാണ് ഉള്ളത്? ഇൻക്ലൈൻഡ് ലോഡാണ് ഉള്ളത്. അല്ലേ? തലേന്റെ മുകളായി പോയി. കുഴപ്പമില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി. ഇൻക്ലൈൻഡ് ലോഡാണുള്ളത്. ക്ലിയർ അല്ലേ? ഇൻക്ലൈൻഡ് ലോഡാണുള്ളത്. പിന്നെ തലേന്റെ മുകളായോ? ഇല്ല, കറക്റ്റാണ്. ക്ലിയർ അല്ലേ? അതായത് ഈ ഫിഗറിനെ നിങ്ങൾക്ക് എങ്ങനെ മാറ്റി വരയ്ക്കാം? നമ്മൾ വളരെ 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 സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ലെവലുള്ള ആൾക്കാർക്ക് മനസ്സിലാവണം. എല്ലാ ലെവലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ആർക്കും എന്താണ് IQ കുറവാണെന്നൊന്നുമല്ല. ചില ആൾക്കാർ, മിക്കവാറും ആൾക്കാർ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പണ്ട് കോളേജുകളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ പഠിച്ചപ്പോൾ എന്താ പറയുന്നത് എന്നുള്ളതിന്റെ ശ്രദ്ധ ഇല്ലാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരിക. ആ ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഭവം കളറാണ്. അത് നിങ്ങൾ ഉദ്ദേശിച്ച ശ്രദ്ധയല്ല, ഈ ശ്രദ്ധയാണ്. ഓക്കെ, നോക്കിയേ, അറ്റൻഷൻ, ആ ശ്രദ്ധ ഉദ്ദേശിച്ചത്. ഈ ബീമിനെ നോ ലോഡിംഗ് കേസാണ്. അതായത് ഇതിനെങ്ങനെ വരയ്ക്കാം? ഇതിൽ എവിടെയാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻക്ലൈൻഡ് ലോഡ്. ഇൻക്ലൈൻഡ് ലോഡ് എന്ന് പറയുമ്പോൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടേ. അതിനെ നിങ്ങൾക്ക് രണ്ട് കമ്പൗണ്ട് ആക്കാം. ദർ വിൽ ബി എ വെർട്ടിക്കൽ ലോഡ്, ദർ വിൽ ബി എ ഹൊറിസോണ്ടൽ ലോഡ്, Fx. അതായത് റിയാക്ഷൻസ് ഏതൊക്കെ ആയിരിക്കും? ഹലോ, യെസ്, ദർ ഇസ് എ VA in the above, there is a HA in the horizontal direction, there is a VB in the, ഇതാണ് പോയിന്റ് B, ഇതാണ് പോയിന്റ് A. അറിയാലോ നിങ്ങൾക്ക് ഈ ഫിഗറിനെ ഇങ്ങനെയോ അങ്ങനെയോ വരയ്ക്കാം. ഒരു ലോഡും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഇൻക്ലൈൻഡ് ലോഡ് എന്നാണ്. അതാണ് നമ്മുടെ ജനറൽ ലോഡിംഗ് കേസ് എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞേ, എത്ര റിയാക്ഷൻസ് ഉണ്ട് ഇപ്പം? വാട്ട് ആർ ദ നമ്പർ ഓഫ് റിയാക്ഷൻസ്? ഹലോ, വാട്ട് ആർ ദ നമ്പർ ഓഫ് റിയാക്ഷൻസ്? യെസ്, R ഈസ് ഈക്വൽ ടു എത്രയാവുന്നു? 1, 2, 3. R ഈക്വൽ എത്രയാണ്? 3 ആണ്. ഇവിടെ 3 റിയാക്ഷൻസ് ഇല്ലേ? ഏതൊക്കെയാണ്? ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ. അതുകൊണ്ട് എന്ത് വേണം? സമ്മേഷൻ ഓഫ് Fx ഈസ് ഈക്വൽ ടു 0 വേണം. ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, തീർച്ചയായിട്ടും സമ്മേഷൻ Fi ഈസ് ഈക്വൽ ടു 0 വേണം. സമ്മേഷൻ Fi ഈസ് ഈക്വൽ ടു 0 എവിടെ ഉണ്ടോ? ഒരു ഡൗട്ടും വേണ്ട, അതിന്റെ കൂടെ സമ്മേഷൻ Ms ഈസ് ഈക്വൽ ടു 0 വേണം. സമ്മേഷൻ Fi എഴുതിയോ നിങ്ങൾ? സമ്മേഷൻ Fi ഈസ് ഈക്വൽ ടു 0 നിങ്ങൾ എഴുതിയോ? ഒരു സംശയം വേണ്ട, അതിന്റെ കൂടെ തന്നെ ചേർത്ത് തന്നെ എഴുതുക സമ്മേഷൻ Ms ഈസ് ഈക്വൽ ടു 0. സമ്മേഷൻ Fiയും സമ്മേഷൻ Msഉം ഒരുമിച്ചാണ്, ഒരു കട്ടക്ക് നിൽക്കുന്ന ടീമാണ്. ക്ലിയർ അല്ലേ? സോ ഐ എം റൈറ്റിംഗ് ദാറ്റ് പോയിന്റ് അഗൈൻ. R ഈസ് ഈക്വൽ ടു, ഫിഗർ എത്രയാണ്? പേജ് എവിടെ? യെസ്, R ഈസ് ഈക്വൽ എത്രയാണ്? 3 ആകുന്നു. S ഈസ് ഈക്വൽ എത്രയാണ്? അതും 3 ആണ്. ഏതൊക്കെയാണെന്ന് ബ്രാക്കറ്റിൽ എഴുതുകയാണ്. സമ്മേഷൻ Fx ഈസ് ഈക്വൽ ടു 0. 1-2 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതും, കാരണം ഇതൊന്ന് സെറ്റ് ആവണം. ഓക്കെ, സമ്മേഷൻ Mz ഈസ് ഈക്വൽ ടു 0. ഈ 3 ഇക്വേഷനും ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് DSE ഈസ് ഈക്വൽ എന്താണ്? R മൈനസ് S എന്നും R 3 എന്നും S ഉം 3 ആയതുകൊണ്ട് നമുക്കിപ്പോ external static indeterminacy of this particular beam is 0. അതായത് ഇത് ഇങ്ങനെയാണ് ഓപ്ഷൻ ഉണ്ടാവുക. എന്താണ് സംഭവം? നമ്മൾ എക്സാമിന് വേണ്ടിയല്ലേ പഠിക്കുന്നത്. എക്സാമിന്റെ ഓപ്ഷൻ എന്താ പറയുക? ABCD ഓപ്ഷനിൽ ഒന്നും ഉണ്ടാവും. ഇറ്റ് ഈസ് എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് എന്ന ഓപ്ഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇറ്റ് ഈസ് എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻ A ഇറ്റ് ഈസ് ഡിറ്റർമിനേറ്റ് എന്ന് കാണും, ഓപ്ഷൻ B ഇറ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് എന്ന് കാണും, ഓപ്ഷൻ C നിങ്ങൾക്ക് എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് എന്ന് കാണും. അതാണ് ചെയ്യേണ്ടത്. ഇത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് അല്ല, ഇത് എക്സ്റ്റേണലി മാത്രമേ എന്തായിട്ടുള്ളൂ? ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ളൂ. ഇത് എന്തും കൂടി ആവണം, ഇത് ഇന്റേണലിയും കൂടി എന്താവണം? ഡിറ്റർമിനേറ്റ് ആകുമ്പോഴേ, ഇന്റേണലിയും കൂടി ഡിറ്റർമിനേറ്റ് ആകുമ്പോഴേ നമ്മൾ ഇതിന് എന്ത് പറയുള്ളൂ? ഇത് മൊത്തത്തിൽ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്ന് പറയുള്ളൂ. ക്ലിയർ അല്ലേ? ഇപ്പം എന്ത് മാത്രമേ പറയുന്നുള്ളൂ? ഇറ്റ് ഈസ് എക്സ്റ്റേണൽ. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ അല്ലേ? സംഭവം ഓക്കെ അല്ലേ? സംഭവം ഓക്കെ അല്ലേ? നോക്കിയാൽ കൺഫ്യൂഷൻ ഉണ്ടാവരുതേ. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്.
വീണ്ടും വീണ്ടും പറയുന്നത് നോക്കിയാൽ പിന്നെ പറയുവാണെങ്കിൽ ഡി എസ് എന്ന് പറയുന്ന സാധനമാണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഡി എസിനെ നമ്മൾ DSE എന്നും DSI എന്നും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഒരു മെമ്പർ എക്സ്റ്റേണലി ഡിറ്റർമിനേറ്റ് ആവണം. എക്സ്റ്റേണലി DSE എന്താവണം 0 ആവണം. DSI 0 ആവുമ്പോഴേ നിങ്ങൾ അതെന്തായി മാറുള്ളൂ, DS 0 ആവുള്ളൂ. DS 0 ആവുമ്പോഴാണ് അതിനെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്ന് പറയുന്നത് DSE 0 ആകണമെങ്കിൽ അതിന് എന്ത് മാത്രമേ പറയുള്ളൂ, അത് എക്സ്റ്റേണലി മാത്രമേ എന്തായിട്ടുള്ളൂ, ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ളൂ. എക്സ്റ്റേണലി മാത്രമേ എന്തായിട്ടുള്ളൂ, ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ളൂ. DSI മാത്രമാണ് 0 എങ്കിൽ അത് ഇന്റേണലി ഡിറ്റർമിനേറ്റ് ആയെന്നേ പറയുള്ളൂ. ഇങ്ങനെ രണ്ടും ഡിറ്റർമിനേറ്റ് ആവണം. അത് എക്സ്റ്റേണലിയും ഇന്റേണലിയും ഡിറ്റർമിനേറ്റ് ആകുമ്പോൾ മാത്രമേ നിങ്ങൾ അതിനെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്ന് പറയുള്ളൂ. ദാറ്റ് മീൻസ് DS എന്താണ്, DSE പ്ലസ് DSI എന്നും കൂടിയും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. DSE വേറെ എന്തോ സാധനമാണ്, DSI വേറെ എന്തോ സാധനമാണ്, DS മറ്റെന്തോ സാധനമാണ്. DSE എന്താണ്, എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി വിച്ച് ഈസ് ഫൈൻഡിങ് ഔട്ട് ദ നമ്പർ ഓഫ് അൺനോൺ സപ്പോർട്ട് റിയാക്ഷൻസ്. ഫൈൻഡിങ് ദ നമ്പർ ഓഫ് അൺനോൺ സപ്പോർട്ട് റിയാക്ഷൻസ്. DSI എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇറ്റ് ഈസ് ഫൈൻഡിങ് ഔട്ട് ദ അൺനോൺ ഏതാണ് യെസ് ഹലോ അൺനോൺ ഏതാണ്, ഇന്റേണൽ ഫോഴ്സസ് ആണ്. ഒരു എക്സാമ്പിൾ നമ്മൾ ഈ സെഷനിൽ ചെയ്തു. ഇറ്റ് ഈസ് എ ജനറൽ ലോഡ് കേസ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. സെഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. കാരണം എന്താണ്, ചെറിയ സെഷനുകളിൽ വലിയ കാര്യങ്ങൾ ചെയ്യാം, ചെറിയ സെഷനുകളിൽ വലിയ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന ആ ഒരു പ്രദർശനമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത സെഷനിൽ ഫുൾ ക്വസ്റ്റ്യൻ ആണ്. സോ DS എന്ന് പറഞ്ഞാൽ DSE ഉണ്ട്, DSI ഉണ്ട്. സോ DS DSE പ്ലസ് DSI ആണ്. DSE എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, അതായത് ഇറ്റ് ഫൈൻഡ്സ് ദ നമ്പർ ഓഫ് അൺനോൺ സപ്പോർട്ട് റിയാക്ഷൻസ്. DSI എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, ഇറ്റ് ഫൈൻഡ്സ് ദ നമ്പർ ഓഫ് അൺനോൺ ഇന്റേണൽ ഫോഴ്സസ്. ഒരു ആൾക്ക് കാരണം തടി കിട്ടുമ്പോൾ അയാൾ റിയാക്ട് ചെയ്യുന്നു, അതാണ് സപ്പോർട്ട് റിയാക്ഷൻ. അയാൾ ഉള്ളിൽ ദേഷ്യം ഉണ്ടാവുന്നു, ആങ്കർ ഉണ്ടാവുന്നു, കരയുന്നു, സാഡ് ആവുന്നു, അതെല്ലാം എന്താണ്, ഇന്റേണൽ സെസസ് ആണ്. വ്യത്യാസമുണ്ട്. ക്ലിയർ അല്ലേ? വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അതിന്റെ ബാക്കി പാർട്ടുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.